നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം. തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയും അവണിശ്ശേരി പാലിശ്ശേരി യോഗക്ഷേമ ഉപസഭയും സംയുക്തമായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ ഔഷധശാലയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിനായി പുതിയ കെട്ടിട നിർമ്മാണം. പദ്ധതിയിൽ കൈകോർത്ത PSC സഹകരണ സംഘം. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം. തട്ടകത്തമ്മയായ പയങ്കൽ ഭഗവതിയുടെ പിറന്നാൾ ദിനമായ ഭരണി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. ഭരണി മഹോത്സവത്തിന്റെ കൊടിയേറ്റ് ചടങ്ങ് ശനിയാഴ്ച നടന്നു. രാവിലെ പള്ളിയുണർത്തൽ, നിർമാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് രാവിലെ 8 മണിക്ക് ക്ഷേത്രം മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തി. കൊടിയേറ്റിനു ശേഷം കല്ലാറ്റ് മണികണ്ഠൻ കുറുപ്പിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ കള്ളമെഴുത്ത് പാട്ടിന് തുടക്കമായി. വൈകിട്ട് നട തുറക്കലിനു ശേഷം നിറമാല, ചുറ്റുവിളക്ക് എന്നിവ നടന്നു. ദീപാരാധനയ്ക്കു ശേഷം കിഴക്കേ നടയിൽ നിന്ന് താലത്തോടുകൂടി നടന്ന മുല്ലയ്ക്കൽ പാട്ട് എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരമുള്ള വിശേഷാൽ കളമെഴുത്ത് പാട്ടിനാണ് കൊടിയേറ്റ് ദിനത്തിൽ നടന്നത്. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, സെക്രട്ടറി സുനിൽ പണിക്കശ്ശേരി, KG ചന്ദ്രൻ, AC അനിൽകുമാർ, മനോജ് മീനങ്ങത്ത്, മനോഹരൻ കരുവത്ത് വളപ്പിൽ, GG സുനിൽകുമാർ, KV വിജിത്ത്, സുധീർ മീനങ്ങത്ത് എന്നിവർ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി ആഘോഷം നടക്കുക. പള്ളിപ്പുറം പായങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേട ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 11-ന് ഇന്നേ ദിവസം രാവിലെ 8:30-ന് അമ്പലം മേൽശാന്തി ഹരീഷ് തിരുമേനിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ മുതൽ തന്നെ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പിൻ്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഇത് പ്രകാരം കഴിഞ്ഞ വർഷവും ഈ കൊടിയേറ്റ ദിവസം കളയെഴുത്തും പാട്ട് ആദ്യമായി കഴിഞ്ഞ വർഷം നടന്നു. ഈ പ്രാവശ്യം അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 18-ാം തീയതി 2:30 പകൽപ്പൂരം ആരംഭിക്കുകയും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആചാരപ്രകാരം രാത്രി 7 മണിക്ക് ഒരു ആനയുടെ പുറത്ത് തടംപേറ്റി ഈ പാർലം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ഭക്തജനങ്ങളെ കാർത്തിക വേലയ്ക്ക് ക്ഷണിക്കുന്ന ഒരു ഐതിഹ്യമാണ് അതിനുള്ളത്. അത് കഴിഞ്ഞാൽ രാവിലെ മുതൽ 8 മണി മുതൽ വിശ്വകർമാക്കളുടെ അയുറക്കടിയും അതിനോടനുബന്ധിച്ച് 2 മണി മുതൽ ഇവിടെ വിവിധ ഭക്തജനങ്ങളുടെ പല പരിപാടികൾ, അതായത് കാളക്കളി, കുതിരക്കളി, ഭൂതംകളി, അങ്ങനെയുള്ള പഴയ നാടക പാട്ടുകൾ നിലനിർത്തി പോരുന്ന ഒരു അമ്പലം കൂടിയാണ് പായങ്കൽ ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞാൽ ഒരു 6:30 ഈ പരിപാടി കഴിയുകയും അത് തന്നെ കോമരത്തിൻ്റെ അവിടെ ഒരു കലശം, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗാനമേള, അത് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് വടക്കേപ്പുറത്ത് കീഴ്ക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ഗുരുതി തന്ത്രിയുടെ നേതൃത്വത്തിൽ അത് നടക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ 11 മണിയോടുകൂടി ഇവിടുത്തെ പരിപാടികൾ, ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ പരിപാടികൾ സമാപിക്കും. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പകൽപൂരത്തിന് നല്ലേപ്പിള്ളി കുട്ടൻ നയിക്കുന്ന പഞ്ചവാദ്യവും തുടർന്ന് വൈകിട്ട് 5-ന് പെരുവനം കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ടിമേളവും അകമ്പടിയൊരുക്കും. വൈകിട്ട് 7-ന് ഗ്രാമപ്രദക്ഷിണത്തിന് ശേഷം തായമ്പകയും തുടർന്ന് വയലിൻ ഫ്യൂഷനും അരങ്ങേറും. തുടർന്ന് കളമെഴുത്തുപാട്ട് നൃത്തം നടക്കും. 19-ന് ഞായറാഴ്ച കാർത്തികവേല ആഘോഷിക്കും.
തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയും അവണിശ്ശേരി പാലിശ്ശേരി യോഗക്ഷേമ ഉപസഭയും സംയുക്തമായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ ഔഷധശാലയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. ശനിയാഴ്ച രാവിലെ തൃത്താമരശ്ശേരി ശിവക്ഷേത്ര ഭജന മണ്ഡപത്തിലായിരുന്നു ആയുർവേദ ക്യാമ്പ്. ആയുർവേദ ക്യാമ്പിനൊപ്പം പ്രമേഹത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഒരുക്കിയിരുന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യരത്നം മുല്ലൂർ ബ്രാഞ്ച് സീനിയർ ഫിസീഷ്യൻ ഡോക്ടർ ഗോപി ക്ലാസ് എടുത്തു. ഉപസഭ പ്രസിഡന്റ് ഉഷാദേവി അധ്യക്ഷയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, വാർഡ് മെമ്പർ സനൂപ് കറുകയിൽ, ക്ഷേത്രം മേൽശാന്തി വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജീവ് കണാറ, സെക്രട്ടറി ആർ ജയചന്ദ്രൻ, ട്രഷറർ അരവിന്ദാക്ഷൻ കർത്താവ്, ഉപസഭാ സെക്രട്ടറി കെ എൻ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ മരുന്ന് വിതരണവും നടത്തി. കോടന്നൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിനായി പുതിയ കെട്ടിട നിർമ്മാണം പദ്ധതിയിൽ കൈകോർത്ത PSC സഹകരണ സംഘം. കോടന്നൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ ഒരു ക്ലാസ് മുറിക്കുള്ള തുക പാർലം സർവീസ് സഹകരണ ബാങ്ക് കൈമാറി. സംഘത്തിന്റെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നാണ് ഒരു ക്ലാസ് മുറിക്കുള്ള തുക അനുവദിച്ചതെന്ന് PSC സഹകരണ സംഘം പ്രസിഡന്റ് CO ജേക്കബ് പറഞ്ഞു. തൃശ്ശൂരിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ ഗ്രാമം ഇന്ന് കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു ഗ്രാമമാണ്. കോടന്നൂർ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമപ്രദേശമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരുക്കുറി, ഏറ്റവും വലിയ തിലകക്കുറിയായി ഈ സ്കൂൾ ഒരു പഴയ കെട്ടിടമായിരുന്നു. ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി ഇവിടുത്തെ ട്രസ്റ്റിമാരുടെയും ബഹുമാനായ വികാരി അച്ഛൻ്റെയും നേതൃത്വത്തിൽ, മാനേജറുടെ നേതൃത്വത്തിൽ ഒരു നല്ല കെട്ടിടം, ആർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ കെട്ടിടം പൂർത്തീകരിക്കാനുള്ള അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് നീങ്ങുകയാണ്. അഭിമാനം തോന്നുന്നു. ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ല ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ കൃത്യമായി അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സെന്റ് ആനീസ് UP സ്കൂൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആ പണി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നല്ല ദൈവത്തോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ഉദ്യമത്തിന് ഈ ബാങ്ക് സൊസൈറ്റിയുടെ ഒരു സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഒരു ക്ലാസ് റൂം സ്പോൺസർ ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സാമ്പത്തികമായി ചെയ്ത സേവനത്തിനും സഹായത്തിനും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ സ്കൂളിൻ്റെ മാനേജർ എന്ന നിലയിൽ ഞാൻ കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാ സത്യങ്ങൾക്കും തുടർന്നു വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രചാരം ലഭിക്കട്ടെ എന്നതിനൊപ്പം തന്നെ ഏറ്റവും മഹത്തരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ സൊസൈറ്റിക്ക് കഴിവ് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഘം പ്രസിഡന്റിൽ നിന്ന് സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലുക്ക തുക ഏറ്റുവാങ്ങി. സംഘം വൈസ് പ്രസിഡന്റ് പഴൂർ അപ്പുക്കുട്ടൻ, കെട്ടിട നിർമ്മാണ കമ്മിറ്റി കൺവീനർ സ്റ്റേനി ചാക്കോ, ബിന്ദു അശോകൻ, M സേതുമാധവൻ, TK രാജു, സുമാദേവി, AA റപ്പായി, രവി തളാടൻ, ബാബു കുണ്ടുകുളം, സിറിൽ റോബർട്ട്, ഐശ്വര്യ, വിനീത നന്ദൻ, സെക്രട്ടറി ഇൻചാർജ് ചിഞ്ചു മധു, ജോസ് P ചാഴൂർ എന്നിവർ ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ഐക്കരക്കുന്നിൽ വൃദ്ധനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ പ്രതികളായ 3 പേരും പിടിയിലായി. ഇരിങ്ങാലക്കുട കോലോത്തുംപടി സ്വദേശി കളത്തേരി വീട്ടിൽ സുരേഷ് ആക്രമിക്കപ്പെട്ട കേസിലാണ് 2 കൂട്ടുപ്രതികൾ കൂടി പോലീസിന്റെ പിടിയിലായത്. ആളൂർ കൊറ്റനല്ലൂർ സ്വദേശികളായ പാണ്ടിപ്പറമ്പിൽ വീട്ടിൽ അമൽ, ആലങ്ങാടൻ വീട്ടിൽ അരുൺ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അമൽ, അരുൺ എന്നിവർ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇക്കഴിഞ്ഞ വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 4:30 ഐക്കരക്കുന്ന് റേഷൻ കടയ്ക്ക് സമീപത്താണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോലോത്തുംപടി സ്വദേശി സുരേഷിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. കേസിൽ പ്രധാന പ്രതിയായ ആളൂർ വേളൂക്കര ഡോക്ടർപടി സ്വദേശി ചെമ്പറമ്പത്ത് വീട്ടിൽ സലോഷ് സംഭവ ദിവസം തന്നെ പിടിയിലായിരുന്നു. സ്റ്റേഷൻ റൌഡിയായ സലോഷ് 2024-2025 വർഷങ്ങളിൽ കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ടിരുന്നു. ഈ വർഷവും കാപ്പ നടപടിക്ക് പ്രതി വിധേയനാകാനിരിക്കുകയാണ്. ആക്രമണത്തിനുശേഷം സംഭവസ്ഥലത്ത് നിന്ന് കൂട്ടുപ്രതികളായ അമലും അരുണും ഓടി രക്ഷപ്പെട്ടിരുന്നു. പ്രതികൾ രാത്രി പാടത്തും കുറ്റിക്കാട്ടിലുമായി ഒളിക്കുകയായിരുന്നു. പിന്നീട് രാവിലെ ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു.
അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വോട്ടെടുപ്പിന്റെ ആവേശത്തിന് പിന്നാലെ ജയമുറപ്പിക്കാനുള്ള തിരക്കിൽ മുന്നണികൾ. തീരദേശ രാഷ്ട്രീയം ശക്തമായ കയ്പമംഗലം നിയോജക മണ്ഡലവും വിജയി കണ്ടെത്താനുള്ള കണക്കുകൂട്ടലിലാണ്. മെയ് 4 ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കയ്പമംഗലം മണ്ഡലം. ബൂത്ത് തലങ്ങളിലെ കണക്കുകൾ നിരത്തി വിജയം തങ്ങൾക്കൊപ്പമാണെന്ന് നിർണ്ണയിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. LDFന് ശക്തമായ സ്വാധീനമുള്ളതാണ് കയ്പമംഗലം നിയോജക മണ്ഡലം. എന്നാൽ ഇത്തവണ പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നതായാണ് പൊതുവെ പറയപ്പെടുന്നത്. മണ്ഡലത്തിൽ ഉടനീളം മികച്ച പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. തീരദേശ മേഖലകളിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ സ്ത്രീകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം ഉണ്ടായത് വിജയപ്രതീക്ഷ നൽകുന്നതാണ്. സമാധാനപരമായി നടന്ന വോട്ടെടുപ്പിൽ കൂടിയ പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് LDF, UDF മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലം രൂപീകൃതമായതിനു ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച LDF ഇത്തവണയും വിജയം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും സിറ്റിംഗ് MLAയുടെ ജനകീയ ഇടപെടലുകളും വോട്ടായി മാറിയെന്ന് ഇടതു ക്യാമ്പ് വിലയിരുത്തുന്നു. പരമ്പരാഗത ഇടത് വോട്ട് ബാങ്കുകൾക്ക് പുറമെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ വോട്ടുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് അവർ കരുതുന്നത്. കയ്പമംഗലം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK വത്സരാജ് വൻ ഭൂരിപക്ഷത്തോടെ വിജയം ഉറപ്പാക്കിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ടൈസൺ മാസ്റ്റർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ടൈസൺ മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ പോളിംഗിൻ്റെ ശതമാന വർധനമൊക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് UDFന്റെ പ്രധാന വിലയിരുത്തൽ. LDFന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞുവെന്നും പുതുമുഖ വോട്ടർമാരുടെയും തീരദേശത്തെ ഒരു വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇത്തവണ തങ്ങൾക്കാണെന്നും UDF കണക്കുകൂട്ടുന്നു. പ്രചാരണ രംഗത്തെ മികവ് പോളിംഗ് ബൂത്തിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുക്കുമെന്നുമാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ അവകാശവാദം. കയ്പമംഗലം നിയോജകമണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിവെള്ളം. ആ വിഷയങ്ങളിൽ ഒന്നും ഇടപെടാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് ഭരണവിരുദ്ധ വികാരം ഉറപ്പായിട്ടുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ മികച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. വന്നു കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുമെന്ന പ്രതീക്ഷ വലിയ മാറ്റം വരുത്തും. യുവ വോട്ടർമാർ, പുതിയ വോട്ടർമാർ വളരെ നല്ല രീതിയിൽ UDFനോട് പ്രതികരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ്. അതും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. പൊതുവെ സംസ്ഥാന തലത്തിലുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനം കയ്പമംഗലം നിയോജകമണ്ഡലത്തിലുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നല്ലൊരു ഭൂരിപക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. BDJSനും BJPക്കും നല്ല സ്വാധീനമുള്ള മേഖലകളിൽ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് NDA കരുതുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനും അതിലൂടെ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറാനും തങ്ങൾക്ക് കഴിഞ്ഞെന്നും NDA വിലയിരുത്തുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ചൊരു NDA സ്ഥാനാർത്ഥിയായിരുന്നു. നല്ല രീതിയിൽ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 30,040 വോട്ടുകളോളം ഞങ്ങൾ BJP നേടിയിട്ടുണ്ടായിരുന്നു തക്ഷണ തൊണ്ണികൃഷ്ണൻ നിന്ന സമയത്ത്. അപ്പം അതിൽ കൂടുതൽ നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വിജയ സാധ്യത തന്നെയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. മണ്ഡലത്തിന്റെ നട്ടെല്ലായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികൾ എന്നിവരുടെ വോട്ടുകൾ എങ്ങോട്ട് തിരിഞ്ഞുവെന്നത് ഏറ്റവും നിർണായകമാണ്. ചില പഞ്ചായത്തുകളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമവും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളും വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തപ്പെടും. അതേസമയം നിശബ്ദ വോട്ടർമാരുടെ സമീപനം എന്താണെന്ന് വിലയിരുത്താൻ മുന്നണികൾക്ക് കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കയ്പമംഗലം ഐരൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി തേരുവരവ് ആഘോഷം ഭക്തി നിർഭരം. താളമേളങ്ങൾ തേരുവരവ് ആഘോഷത്തെ വർണ്ണാഭമാക്കി. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച ഉച്ചയ്ക്ക് 11:30 മുതൽ പ്രസാദഊട്ട് വിതരണവും നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് തേരുവരവ് ആഘോഷത്തിന് തുടക്കമായി. ആനയും കാവടിയാട്ടവും ബാൻഡുവാദ്യവും അടക്കമുള്ള വിവിധ താളമേളങ്ങളും തേരുവരവിന് അകമ്പടി തീർത്തു. തേരുവരവ് രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഭജൻസ്, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി.
കുന്നംകുളം അക്കിക്കാവ് സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. പോർക്കുളം കമ്പിപ്പാലം സ്വദേശി ചുങ്കത്ത് വീട്ടിൽ 80-കാരനായ ജോബ്സൺ ജോബാണ് മരിച്ചത്. കുന്നംകുളം അക്കിക്കാവ് പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് സ്കൂട്ടറിൽ നിന്ന് വീണ് ജോബ്സൺ ജോബ് എന്ന വയോധികന് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 10:30 അപകടം. യാത്രക്കിടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണായിരുന്നു അപകടം. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള ചികിത്സയ്ക്കിടയിലാണ് മരണം സംഭവിച്ചത്. കുന്നംകുളം പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. ഇടഞ്ഞ ആനയെ ഉടമയും പാപ്പാന്മാരും ചേർന്ന് തളച്ചു. പുതുശ്ശേരിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വഴുന്നാന റോഡിൽ പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പട്ടയെടുക്കുന്നതിനിടയിലാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പെട്ടെന്ന് ആന ഇടയുകയായിരുന്നു. ഇടഞ്ഞ ആനയെ ഉടമയും പാപ്പാന്മാരും ഉടൻ തന്നെ സമീപത്തുള്ള പുതുശ്ശേരി കുമാരൻ എന്നയാളുടെ വീട്ടുവളപ്പിൽ കയറ്റി സുരക്ഷിതമായി തളയ്ക്കുകയായിരുന്നു. കുറുമ്പുകാട്ടിയ ഉടൻ തന്നെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത് നാശനഷ്ടങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആശങ്കയും ഒഴിവാക്കി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചരിത്രപ്രസിദ്ധമായ പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഈ മാസം 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം. തൃത്താമരശ്ശേരി ശിവക്ഷേത്ര സംരക്ഷണ സമിതിയും അവണിശ്ശേരി പാലിശ്ശേരി യോഗക്ഷേമ ഉപസഭയും സംയുക്തമായി ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ ഔഷധശാലയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. കോടന്നൂർ സെന്റ് ആന്റണീസ് UP സ്കൂളിനായി പുതിയ കെട്ടിട നിർമ്മാണം. പദ്ധതിയിൽ കൈകോർത്ത PSC സഹകരണ സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.